ആലിമീങ്ങൾ അവരാണ് ഇഹ്യാ ചെയ്യുക സുന്നത്തിനെ എന്ന് അവാരിഫുൽ മആരിഫിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രസംഗിച്ച 2 മണിക്കൂർ പ്രസംഗത്തിലെ ഏറ്റവും അബദ്ധജടിലമായ ഭാഗം, കിതാബ് എടുത്ത് അർത്ഥം വെക്കണ കോലം മുശാവറ അംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണാൻ പോവാണ്, ശരിക്കൊന്ന് നോക്കിക്കോളി. കിതാബിൽ പറഞ്ഞതിൻ്റെ നേരെ എതിരാണ് ഇയാൾ വായിച്ച് അർത്ഥം വെക്കുന്നത്. കിതാബിൽ സൂഫിയാക്കളുടെ വിഷയം ഇങ്ങനെ പറഞ്ഞിട്ട് മഹാൻ പറയാ, വമനില്ലദീ യഖൂമു ബിഇഹ്യാഇ ഹാദിഹി സുന്ന മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറു സൂഫി അൽ ആലിമി ബില്ലാഹ്. അല്ലാഹുവിനെ അറിഞ്ഞ സൂഫി അല്ലാത്ത വേറെ ആരാണോ അള്ളാന്റെ റസൂലിനെ അവിടുത്തെ സുന്നത്തിനെ ഹയാത്താക്കാൻ ആർക്കുണ്ട് ധൈര്യം, ആർക്ക് കഴിയും? വമനില്ലദീ യഖൂം, ആരുണ്ട്? മന്ന് ഇസ്തിഫാമ. ഇയാളെങ്ങനെ വായിക്കണ അറിയങ്ങള്? വമിനല്ലദീ യഖൂമു, വമിനല്ലദീ യഖൂമു ഔ ബിഇഹ്യാഇ ഹാദിഹി സുന്ന. ഈ സുന്നത്തിനെ ഹയാത്താക്കുന്നവരിലുണ്ട് ഒരുത്തൻ, ഗൈറു സൂഫി, സൂഫി അല്ലാത്ത ഒരുത്തൻ, അൽ ആലിമു ബില്ലാഹ്, അള്ളാഹനെ അറിഞ്ഞ ആലിമ് ബണ്ട് എന്നായി പറയണത്. നിങ്ങളെ എവിടുന്നായി കിതാബ് പഠിച്ച്? ഞാൻ അറിയാതുകൊണ്ട് ചോദിക്കാം. ഇത് നിങ്ങൾ പുറത്ത് വന്ന് വായിക്കാൻ പാടുണ്ടോ? പുറത്ത് ഒന്നുമില്ല, നിങ്ങൾ ആ ടർക്കിട്ടതൊന്നും മാറ്റണ്ടേ? പെടുകയാണ്, ഭയങ്കര ബമ്പം പെടല. പണ്ട് പേരോട് അർത്ഥം വെച്ച് കുടിയും ഓർമ്മല്ലേ? കാരക്ക, പൗതി കാരക്ക പറഞ്ഞതിന് അർത്ഥം വെച്ച പോലെ അവാരിഫുൽ മആരിഫ് വായിക്കാണ്. നിങ്ങളൊന്ന് കേട്ടോക്ക്. ഈ ചങ്ങാതിമാരെ കൊണ്ട് കുടുങ്ങി. ഇവർ ഈ AP ഉസ്താദിനെ പറയിപ്പിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ? കിതാബ് വായിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി അവിടെ നിന്നിട്ട് ലൊബുത്താക്കി കൊടുത്തിന്. ഏത് ആരെങ്കിലും മിന്നിന്ന് വായിച്ച് കുടുങ്ങണ്ടെന്ന് എഴുതിയിട്ട് കിതാബ് അടിച്ച ആളുകൾ മന്നിന്ന് ഫത്ത് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ചങ്ങാതി വായിക്കുന്നത് മിന്നിന്നാണ്. ഒന്നാൾ വായിക്കട്ടോ, ഒന്ന് കിതാബ് നോക്കിയിട്ട് നമുക്കൊന്ന് വായിക്കാം. ഇവലൊക്കെ ഒരു തെളിവുണ്ടാക്കി കൊടുക്കുക. ആർക്ക്? ബിസിനസ്മാന് ആലിമുണ്ട് എന്ന് പറയാൻ. ആ വെക്ക് വായിക്കട്ടെ. എന്നിട്ട് അതിൻ്റെ മഹത്വം അങ്ങനെ പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സുഹ്റവർദി ഇമാം അവാരിഫുൽ മആരിഫ് പറയാണ്. അവാരിഫുൽ മആരിഫ് അത് കേള് പ്രത്യേകം പറഞ്ഞ കിതാബാണല്ലോ, നോക്കണം എന്നൊക്കെ പറഞ്ഞ്. പിന്നെ വമിനല്ലദീ യഖൂമു, നിൽക്കുന്നവരിൽ പെട്ടവരാണ്. ബി ഇഹ്യാഇ ഹാദിഹി സുന്നത്ത്, ഈ സുന്നത്ത്. ഏത് സുന്നത്ത്? സൂഫിയാക്കളെ ഈ സുന്നത്ത്, അതീതല്ല. അതവിടെ അത് ചർച്ച ചെയ്തിട്ട് പറയാം. ഈ സുന്നത്ത് ഇഹ്യാ ചെയ്യൽ കൊണ്ട് നിൽക്കുന്നവരാണ് മിൻ സുനനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിൽ നിന്ന് ഈ സുന്നത്ത് കൊണ്ട് ഇഹ്യാ ചെയ്യുന്നവരിൽ പെട്ടവരാണ്. ഗൈറു സൂഫി, സൂഫി അല്ലാത്ത. സൂഫി സുന്നത്ത് എന്താകുന്നുണ്ട്, ഇഹ്യാ ഉണ്ട്. അപ്പൊ സൂഫി അല്ലാത്ത ഇഹ്യാ ചെയ്യുന്നവരിൽ പെട്ടവരാണ് അൽ ആലിമു ബില്ലാഹ്. ആര്? അല്ലാഹുവിനെ സംബന്ധിച്ച് ഇൽമുള്ള ആള്. അസ്സാഹിദു ഫി ദുനിയ, ദുനിയാവിൽ സുഹുദുള്ള ആള്. അൽ മുതമസ്സിക് മിന തഖ്വാ ബി ഔസഖിൽ ഖുറാ, നല്ല പിടിക്കാറ് പിടിച്ച നല്ല തമസ്സുക്ക് ചെയ്ത ആള് തഖ്വയിൽ നിന്ന്. ഇവരും എന്താകും? ഈ സൂഫിയാക്കൾ ചെയ്യണ പണിയൊക്കെ എന്താവും? ചെയ്യും. നീ വമനില്ലദി, നീ വേറൊരുത്തരും കൂടി ഉണ്ട്. വമനില്ലദി ഒരുത്തരുമാണ്. യഹ്തദി, അവർ സ്വയം എന്താകും? മാർഗം സിദ്ധിക്കും. ഒരു ശേഖുമില്ല. യഹ്തദീന പറഞ്ഞത് യാസിമ ബാബ്. അവർ സ്വയം എന്താകും? ഹിദായത്ത് സിദ്ധിക്കും. ഏതിലേക്ക്? ഇലാഫി ഫായിദത്തി ഹാദിഹിൽ ആലി. അപ്പം ആലിമീങ്ങളാണ് യഥാർത്ഥ ഉലമാ ആണ്. ഒന്നാമത് പഠിപ്പിക്കാനാണ് ഇപ്പൊ ഇക്കോലത്തിൽ വായിച്ചത്. ഈ ആ കിതാബ് ഞമ്മക്കൊന്ന് വായിച്ചു നോക്കാൻ എടുക്കുക. അവാരിഫുൽ മആരിഫ് ചട്ട വരട്ടെ. ആടാ അവാരിഫുൽ മആരിഫ്. ഇനി അതിൻ്റെ ഇത് കണ്ടോളിട്ടോ, അയാൾ വായിക്കണ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അതാ ചുവന്ന വരട്ടതിൻ്റെ നേരെ നോക്കിയാൽ മതി. അവിടെ കണ്ടങ്ങള് വമനില്ലദീ യഖൂമു, അവിടെ മാന്നൊരു ഫത്തേന്നിട്ടോടത്തിന് പഹയന്മാർ പോയി പെടണ്ടാന്ന് എഴുതിയിട്ട്. അവിടെ സൂഫിയാക്കളെ മഹത്വം ഇങ്ങനെ പറയാൻ. അവരാണ് മശായിഖ്,
ഇതിങ്ങനെ പറഞ്ഞിട്ട് സുഹ്റവർദി ഇമാം പറയും, മനില്ലദീ യഖൂമു, ആരുണ്ട്, യഖൂമു നിൽക്കുന്നവർ, മിന്നല്ല മന്ന വായിക്കണ്ടി, ആരുണ്ട്, ബി ഇഹ്യാഇ ഹാദിഹി സുന്ന മിൻ സുനനി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിനെ ഇഹ്യാ ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നവരാരുണ്ട്, വൈറു സൂഫി, സൂഫി അല്ലാത്തവർ ആരുണ്ട്. സൂഫി എന്ന് പറഞ്ഞാൽ ആരാ? അൽ ആലിമു ബില്ലാഹ്, അൽ ആലിമി ബില്ലാഹ്, അല്ലാഹുവിനെ അറിഞ്ഞ സൂഫി അല്ലാതെ ആരുണ്ട്. ഇവൻ തല തിരിച്ചാ വായിക്കണം. ഇവൻ പറയുന്നത് മിനല്ലദീ, സൂഫിന്റെ പുറമെ ഹയാത്താക്കുന്നവരിൽ പെട്ടതാണ് അൽ ആലിമു ബില്ലാഹ്. ഈ അൽ ആലിമു ബില്ലാഹ് അതന്നെയാണ് സൂഫി. സൂഫിയുടെ മുത്തറാദിഫാണ്, പര്യായ പദമാണ് ആലിമു ബില്ലാഹ്. അള്ളാനെ അറിയുന്നവർക്ക് തന്നെയല്ലേ സൂഫി അറിയാം. എന്നിട്ട് അങ്ങനെ വിശദീകരിക്കുക, സാഹിദി ഫി ദുനിയ, ദുനിയാവിൽ ത്യാഗികളായ ആളുകൾ, അൽ മുതമസ്സികി മിനത് തഖ്വാ ബി ഔസഖിൽ ഉറാ, തഖ്വയുള്ളവർ. ഇതിന്റെ ബാക്കിയാണ് വമനില്ലദി, അവിടെ മന്നെത്തി, അവിടെ മണ്ണ് വായിച്ചു. അവിടെ മണ്ണ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക, ആദ്യത്തെ ആ പറഞ്ഞ മണ്ണിന്റെ അവിടേക്ക് അത്തുഫാണത്. അതിന് ഇവരെന്താ അത്തുഫ്? ഇവരപ്പം മുഷാവറ കൈകാര്യം ചെയ്യണത്. ഇവരാ ഞങ്ങൾക്കെതിരെ തീരുമാനം, പോയി പണിയൊക്കെ കൈമാരെ. ഒരു കിതാബ് അറക്കത്തിടാതെ വായിക്കാൻ പറ്റാത്ത നിങ്ങളാ മുഷാവറ, നിങ്ങളാ മശായിഖിനെ പഠിപ്പിക്കുന്നത്. എന്താ അർത്ഥം വെച്ച്, കണ്ടോ, ഈ അവസ്ഥയിലേക്ക് സന്മാർഗത്തിലേക്ക് വന്ന ആരുണ്ട്, ഒരു സൂഫി, സൂഫി അല്ലാത്ത ആരുണ്ട്. ഒന്നുമില്ല, ആ ക്വസ്റ്റ്യൻ കണ്ടോ, ചോദ്യചിഹ്നം അതൊന്നും നോക്കിക്കൂടെ? കഴിക്കും അറബി അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചിഹ്നം നോക്കിക്കൂടെ? ഏടുതാ കുട്ടി കടന്നു വരണ്ട്. ഇവത് വായിക്കണ കേന്ദ്ര മുഷാവറയിൽ എത്താൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഉണ്ടാവും? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ മുഷാവറ എന്ന് പറയുന്നത് ഒരു മര്യാദക്ക് അറബി ഇബാറത്ത് പോലും കൈകാര്യം ചെയ്യാൻ അറിയാത്ത, എന്താ അതിനെക്കുറിച്ച് പറയാം, ആ രൂപത്തിലുള്ള ആളുകളാണ്. ഇപ്പം അങ്ങനെ പറയാം. എങ്ങനെ നിങ്ങൾ ഈ സുഹ്റവർദി ഇമാമിൻ്റെ കിതാബൊക്കെ വായിക്കണേ കൈമാര്? ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാം, ഒരു കുന്തും അറിയില്ല. പക്ഷെ ഇവിടെ ഈ കേരളത്തിൽ എത്ര മുദരിസുമാരും എത്ര പോലെ ഇയാളെ മുത്താലിമീങ്ങൾ തന്നെ ഉണ്ടാവൂലേ? ഒന്ന് വായിച്ചു നോക്കിയാൽ പോരെ. എന്നിട്ട് എന്തിനാ തെളിവ്? ബിസിനസ്മാന് തെളിവുണ്ടായി കൊടുക്കുക. ആലിമീങ്ങളുണ്ട്, അല്ല ആലിമു ബില്ലാ, സൂഫി അല്ലാത്ത, സൂഫിയായ ആലിമു എന്നാണോ പറഞ്ഞ്? എന്നിട്ട് അതാ ഓന് തെളിവുണ്ടാക്കി കൊടുക്കുന്നത്. കിതാബ് തുടരുത് നിങ്ങൾ. 2 മണിക്കൂർ മൊത്തം ഈ ഭാരതമ്മ പോയി. എന്നിട്ട് ഓൻ എന്നോട് പറയുന്നത്, ഉസ്താദുമാരെ കുരുത്തം കിട്ടിയില്ലേ കിതാബ് തിരിയില്ല. തിരിയില്ലല്ലോ, ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇയാദ്യല്ലേ വായിക്കണ്. ഓൻ ജാറ് മജറൂറായിട്ടാ വായിക്കണ്, ഇസ്തിഫാമിയായ മന്നാണ്. ആരുണ്ട് എന്നാ ചോദിക്കണ്. അതല്ലേ മൂപ്പര വിഷയം. സുന്നത്ത് ജമാഅത്തിനെ ഹയാത്താക്കാൻ സൂഫി അല്ലാത്ത ആരുണ്ട്? ഇതാ ചോദ്യം. ഇത് ഞങ്ങളെ ചോദ്യ. സൂഫി അല്ലാത്ത ആരുണ്ട്? ആ ചോദ്യമാണ് മഹാനരായ ഇമാം സുഹ്റവർദി അൽ അവാരിഫുൽ മആരിഫിൽ പറയുന്നത്. എന്നിട്ട് അതിനെ കോട്ടി മാറ്റി ഇവനെ തിരിഞ്ഞുണ്ടാവില്ലേ? എന്നിട്ട് എനിക്ക് കിതാബിരിയില്ല. നിങ്ങൾ നോക്കണ്ട, ഞങ്ങൾ ഏതാനും പയച്ചു പോയി. നിങ്ങൾ വലിയ കിതാബിന്റെ നടുക്കണ്ടല്ലേ? നിങ്ങൾ കിതാബ് തിരിയുന്നില്ല, അങ്ങേറ്റം എത്തിയവരല്ലേ? നിങ്ങൾ മറികടന്നവരല്ലേ? തേങ്ങാ പുണ്ണാക്ക മീസാൻ പോലും നിങ്ങൾ ശരിക്കും ഓതിയില്ല.